പ്രിയപ്പെട്ടവരെ, ബിജുവാണ്. ഈ വീഡിയോ ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ വീഡിയോകളുടെ ഒരു നിലവാരമോ അല്ലെങ്കിൽ ആളുകളിലുണ്ടാകുന്ന പ്രതികരണമോ ഒക്കെ നമുക്കിങ്ങനെ അറിയാൻ സാധിക്കും. കാരണം ഫേസ്ബുക്ക് പോലെ വളരെ ആളുകളുടെ ഇടയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമത്തിൽ നമ്മളിത്തരം പോസ്റ്റുകൾ ചെയ്യുമ്പോൾ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നറിയാൻ നമുക്കും താല്പര്യമുണ്ടാവും. നിങ്ങളിത് എങ്ങനെ കാണുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഓരോ പോസ്റ്റ് ഇടുന്ന ആളുകൾ, ഓരോ കണ്ടന്റ് ക്രിയേറ്ററിലും ഉണ്ടായിരിക്കും. അങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഒരു 90% ആളുകളും ഇതിനെ ഒരു കോമിക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിവരമില്ലായ്മയായിട്ടോ ഒക്കെ ആയിരിക്കും കാണുന്നത്. എങ്കിലും അതിൽ ഒരു 5% പേരെങ്കിലും നമ്മളുടെ വീഡിയോ സ്വീകരിക്കുന്നതായി കണ്ടാൽ നമുക്ക് ധൈര്യമായ ലക്ഷ്യത്തിലേക്ക് പോകാം. ഇത്തരം നമ്മളോട് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ഫേസ്ബുക്ക് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നെഗറ്റീവ് കാണുന്ന, അതിനെ വിമർശിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ടാവും. ആ ആളുകൾക്കിടയിലൂടെ തന്നെ അതിനെ തരണം ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം അഭിപ്രായങ്ങളൊന്നും നമ്മൾ വലിയ വാല്യൂ ഒന്നും കൊടുക്കാറില്ല. പക്ഷേ നമ്മുടെ വീഡിയോകൾ കൃത്യമായി കാണുകയും അതിൽ ഇത്തരം മാറ്റങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ നന്നാവുമെന്ന് വളരെ ആത്മാർത്ഥമായി ഇടപെട്ട് സംസാരിക്കുന്ന, വളരെ നന്നായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്ന ആളുകളുണ്ടാവും. അത് ഓരോരുത്തരുടെയും, എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേഷൻ കൃത്യമായി കണ്ട് വിശകലനം ചെയ്ത് അതിൽ ഇന്നതൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് കൃത്യമായി നമ്മളോട് ആവശ്യപ്പെടുന്ന, കൃത്യമായ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാവും. എല്ലാവരും ഒരുപോലെയൊന്നുമല്ല. അത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾ നാം സ്വീകരിക്കുകയും എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ വിസ്മരിക്കുകയും നമുക്കെതിരെ മോശം കമൻറ്റുകളുടെ ആളുകളുണ്ടാവും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറിയാൽ ആർക്കും എന്തും ചെയ്യാം. മുഖമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അത്തരം ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചൊക്കെ നമ്മൾ നിരന്തരം ആക്രമിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ പല ആളുകളുടെയും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ചിന്തിക്കുക.